ഇന്നത്തെ എൻ്റെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന പച്ചക്കറി കൊണ്ടുള്ള ഒരു പുലാവാണ്, ചോറ്. അങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. ആദ്യം മീനൊന്ന് മസാല വെച്ച് വെക്കാം. മീനിക്ക് വേണ്ട സാധനങ്ങൾ പിന്നെ 1/4 സ്പൂണ് അല്ല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 1.5 സ്പൂണ് പിന്നെ ചെറുനാരങ്ങൻ്റെ നീര്, ഒരു തക്കാളി പേസ്റ്റ്, പിന്നെ 1.5 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 1/4 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ഇതുണ്ടല്ലോ കോൺഫ്ലവർ 1 സ്പൂണ്, പിന്നെ അരിപ്പൊടി 1 സ്പൂണ്. ഇതൊക്കെ തേച്ച് നന്നായിട്ട് മസാല തേച്ച് വെക്കുക, ഫ്രിഡ്ജിലെടുത്ത് വെക്കുക. എന്നിട്ട് നമുക്ക് എത്ര അരി വേണിച്ചാൽ അത്രയാണ് 1.5 ഗ്ലാസ് അരി എടുത്തിട്ടുള്ളത്, 250 ml. പിന്നെ ഒരു ചോളം കമ്പം എന്നൊക്കെ പറഞ്ഞാൽ അതൊന്ന് ഗ്രൈൻഡ് എടുത്ത് വെക്കുക. ഇത് ചോറിൽ ഇട്ടെടുക്കാനുള്ളതാണ്. നല്ല രസമാണ്, കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും. ഇത് ഇടക്കിടക്കൊരു മധുരം ചെല്ലും, കാണുമ്പോൾ കുട്ടികൾ തിന്നും. പിന്നെ അതിലേക്കുള്ള ചോറ് വെള്ളം തിളപ്പിക്കുക, ഓയിൽ ഒഴിച്ചെടുക്കുക. അപ്പോൾ ഓയിൽ ഒഴിച്ചെടുത്താൽ ചോറ് ഒട്ടി പിടിക്കില്ല. എന്നാൽ അതിലേക്ക് ഉപ്പിട്ട് വെള്ളം തിളച്ച് തന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മീൻ വറുക്കാൻ വെക്കുക. മീൻ വറുത്ത് വന്നതിന് ശേഷം പിന്നെ വെള്ളം തിളക്കുമ്പോൾ നമുക്ക് പിന്നെ അരി ഇട്ട് കൊടുക്കുക. അരിയൊക്കെ വെന്ത് ഒഴിച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച പച്ചക്കറികളുണ്ടല്ലോ മുറിച്ച് വെച്ചാൽ അതൊക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണയിൽ ഓയിൽ ഒഴിച്ചിട്ട് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. വെളുത്തുള്ളി ഇത്തിരി പോലെ വെളുത്തുള്ളി, പിന്നെ ഇത്തിരി എന്താ പറയുക, ഒരു സവാള ചെറിയ പൊടി ആക്കിയത്, 2 മുട്ട, പിന്നെ നമുക്ക് എന്തൊക്കെ പച്ചക്കറികളുണ്ട് അതൊക്കെ നമുക്ക് ഇട്ടെടുക്കാം. നല്ല രസമാണ് ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കണ്ടേ. എന്നിട്ട് പിന്നെ ഒരു ക്യാരറ്റിൻ്റെ പകുതി, പിന്നെ ക്യാപ്സിക്കം 3 തരം ക്യാപ്സിക്കം, പിന്നെ അതൊക്കെ നന്നായിട്ട് ചെറുതായിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ച ചോളുണ്ടല്ലോ കമ്പം, അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വെന്തെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അല്ലാതെ വേവിക്കണ്ട. പിന്നെ ചോറിട്ടു അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. കാരണം പച്ചക്കറി കുട്ടികളെ വയറ്റിൽ എങ്ങനെയും ചെയ്യും. നല്ല എരിവില്ലാത്തൊരു ചോറാണ്, നല്ല രസമുണ്ട്. അതിൻ്റെ മേലെ ഇത്തിരി നെയ്യ് ഒഴിച്ചെടുക്കുക. പിന്നെ നമ്മുടെ മീനുണ്ടല്ലോ, മീൻ നല്ല ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ടുണ്ടാവും ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ. നല്ല അടിപൊളി ടേസ്റ്റ്. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് അറിയിക്കുക. ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കി ഇത് ആർക്കെങ്കിലുമൊക്കെ അയച്ചു കൊടുക്കുകയും. പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റാണ്.